ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് സ്നേഹസ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള മറ്റൊരു നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതെ, തീർച്ചയായും. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം. ശരിയാണ്. മനുഷ്യന്റെ തകർച്ചകളും അതേസമയം ദൈവത്തിന്റെ അത്ഭുതകരമായ പദ്ധതികളും ഒരുപോലെ വെളിപ്പെടുന്നൊരു ഭാഗമല്ലേ? അതെ അതെ. കഠിനമായ ക്ഷാമം, പിന്നെ വർഷങ്ങളായി ഉള്ളിൽ നീറുന്ന ഒരു കുറ്റബോധം, ചിലപ്പോൾ വേദനാജനകമായ ദൈവിക പരീക്ഷണങ്ങൾ. എന്നാൽ അതിന്റെ എല്ലാം ഒടുവിൽ ഒരു പ്രതീക്ഷയുടെ ഒരു നേർത്ത കിരണം തെളിയുന്നതും നമ്മളിവിടെ കാണുന്നുണ്ട്. ശരിയാണ്. ഈ ക്ഷാമം എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ഭക്ഷ്യക്ഷാമമല്ല. അല്ല, ദേശങ്ങളെ ഒന്നാകെ മുട്ടുകുത്തിക്കുന്ന, മനുഷ്യന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്ന ഒരു വലിയ പട്ടിണിയാണ് നമ്മളിവിടെ കാണുന്നത്. ഫറവോന്റെ സ്വപ്നങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അല്ലേ? അതെ, ജോസഫ് വ്യാഖ്യാനിച്ചത്. ജോസഫ് പ്രവചിച്ചതുപോലെ ആ സമൃദ്ധിയുടെ 7 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ കഠിനമായ ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈജിപ്ത് ഒരുങ്ങിയിരുന്നു ജോസഫിന്റെ നേതൃത്വത്തിൽ. പക്ഷെ ചുറ്റുമുള്ള ദേശങ്ങൾ, വാഗ്ദത്ത നാടായ കെനാൻ ദേശം പോലും ആ പട്ടിണിയുടെ പിടിയിലായി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് യാക്കോബിന്റെ ഭവനത്തിലേക്കും ക്ഷാമത്തിന്റെ കാഠിന്യമെത്തുന്നത്. ധാന്യം തീർന്നു, പ്രതീക്ഷകളൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോഴാണൊരു വാർത്ത കേൾക്കുന്നത്. ദൂരെ ഈജിപ്തിൽ ധാന്യം വിൽക്കാനുണ്ട്. ഒരുപക്ഷെ അതൊരു വഴിയായിരിക്കും. അതെ, യാക്കോബ്, ആ വൃദ്ധനായ ഗോത്രപിതാവ്, തന്റെ മക്കളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്? ഒരു നിസ്സഹായതയുണ്ട് ആ ചോദ്യത്തിൽ. തീർച്ചയായും. ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെ പോയി നമുക്ക് ഭക്ഷിക്കാൻ ധാന്യം വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും. ഒരു പിതാവിന്റെ ആധി. അതെ. അങ്ങനെ അദ്ദേഹം തന്റെ 10 മക്കളെ ഈജിപ്തിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഒരാളെ മാത്രം കൂടെ നിർത്തുന്നു. ബെന്യാമിൻ. അതെ, ബെന്യാമിൻ, റാഹേലിന്റെ മകൻ. വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹമായി നഷ്ടപ്പെട്ട ആ പ്രിയപുത്രൻ, ജോസഫിന്റെ ഒരേ ഒരു അനുജൻ. ജോസഫിന്റെ നഷ്ടം 20-ലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാക്കോബിന്റെ ഹൃദയത്തിൽ അത് മായാതെ കിടക്കുകയാണ്. ശരിയാണ്, ഒരു ഉണങ്ങാത്ത മുറിവ് പോലെ. അതുകൊണ്ട് ബെന്യാമിന് എന്തെങ്കിലും ആപത്ത് പറ്റിയാലോ അത് താങ്ങാൻ പറ്റില്ല എന്ന പിതാവിന് ഉറപ്പായിരുന്നു. അവന് വല്ല ആപത്തും പിണഞ്ഞാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലിറക്കും എന്ന് പറയുന്നുണ്ട്. ആ ഭയം അവിടെയുണ്ട്. അതേ ഭയം. അപ്പോ ആ ഭയമാണ് യാക്കോബിന്റെ ആ തീരുമാനത്തെ സ്വാധീനിച്ചത്. അങ്ങനെ ആ 10 സഹോദരന്മാർ ഒരുപാട് ചിന്തകളുമായിട്ടായിരിക്കും യാത്ര തിരിക്കുന്നത്. കാനാനിലെ ആ പൊടിപിടിച്ച വഴികൾ, ക്ഷാമം വിതച്ച ശൂന്യത, അതിലൂടെ ഈജിപ്തിലെത്തുന്നു. അവിടെ കാണുന്നത് പക്ഷേ വേറെ കാഴ്ചകളാണ്. അഭിവൃദ്ധിയുടെ കാഴ്ചകൾ. കൂറ്റൻ ധാന്യപ്പുരകൾ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥർ. അങ്ങനെ ദേശത്തിന്റെ ഭരണാധികാരിയുടെ മുന്നിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അവരാ ഭരണാധികാരിയുടെ മുൻപിൽ വളരെ ഭയഭക്തിയോടെ നിലത്തു മുഖം കവിഴ്ത്തി വീണു വണങ്ങുന്നു. ആ ഭരണാധികാരിയുടെ വേഷം, സംസാരരീതി, ഇടയ്ക്കൊരു ദ്വിഭാഷിയുടെ സഹായം തേടുന്നു. ഇതൊന്നും അവർക്ക് പരിചിതമല്ല. തീർച്ചയായുമല്ല. നേർത്ത വസ്ത്രങ്ങളും അധികാര ചിഹ്നങ്ങളും അണിഞ്ഞ് ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ആ മനുഷ്യൻ, തങ്ങൾ പണ്ട് ചതിച്ച് വിറ്റുകളഞ്ഞ സ്വന്തം സഹോദരൻ ജോസഫാണെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ഒരു വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായി കാണില്ല. എന്നാൽ ജോസഫ് അവരെ കണ്ട മാത്രയിൽ തിരിച്ചറിഞ്ഞു. കാലം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം, പക്ഷെ ആ മുഖങ്ങൾ, ആ കണ്ണുകൾ അവന് മറക്കാൻ പറ്റിയില്ല. അവന്റെ ഹൃദയം ശക്തിയായി മിടിച്ചു എന്ന് വചനം പറയുന്നു. നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നത്, തന്റെ കറ്റയെ സഹോദരന്മാരുടെ കറ്റകൾ വണങ്ങുന്നത്, അതൊക്കെ കൺമുന്നിൽ യാഥാർത്ഥ്യമായി. തന്നെ വെറുത്ത് കൊല്ലാൻ നോക്കിയ, അവസാനം അടിമയായി വിറ്റ് അതേ സഹോദരന്മാർ ഇപ്പോൾ കാൽക്കൽ വീണുകിടക്കുന്നു. എന്തായിരിക്കും ജോസഫിന് ആ നിമിഷം തോന്നിയിട്ടുണ്ടാവുക? ഒരു പ്രതികാരത്തിനുള്ള അവസരം. അതോ എന്താ പറയാ, വർഷങ്ങൾ അവനിലുണ്ടാക്കിയൊരു മാറ്റം, ദൈവം അവനെ നടത്തിയ വഴികൾ അവനെ കൂടുതൽ പക്വതയുള്ളവനാക്കിയോ? തിരുവെഴുത്ത് പറയുന്നത് അവൻ അവരെ തിരിച്ചറിഞ്ഞു, പക്ഷെ അവരോടൊരു അപരിചിതനെപ്പോലെ പെരുമാറിയെന്നാണ്. അതെ, ഉടനെ സ്വയം വെളിപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷേ അവരിൽ മാറ്റമുണ്ടായോ? പഴയ അസ്വാർത്ഥത, അസൂയ, അതൊക്കെ ഇപ്പോഴുമുണ്ടോ? തങ്ങളോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർക്ക് പശ്ചാത്താപമുണ്ടോ? ഇതൊക്കെ അറിയാൻ ദൈവം കൊടുത്തൊരവസരം. അങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ അവരെ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ ഒറ്റുകാരാണ്. കഠിനമായ വാക്ക്. ദേശത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വന്നവരാണ് എന്ന്. അവർ ഞെട്ടി.
ശരിക്കും വിറച്ചുപോയി കാണും. അല്ലേ യജമാനനെ, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാർ, സത്യസന്ധരാണ്, ഞങ്ങൾ ഒറ്റുകാരല്ല. ഞങ്ങൾ കാനാൻ ദേശത്തുള്ള ഒരു മനുഷ്യന്റെ മക്കളാണ്. ഞങ്ങൾ 12 സഹോദരന്മാരായിരുന്നു. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ പിതാവിനോടൊപ്പമുണ്ട്. ഒരാൾ നഷ്ടപ്പെട്ടുപോയി. ഒരാൾ നഷ്ടപ്പെട്ടുപോയി. വൺ ഇസ് നോ മോർ. ആ വാക്ക് അത് ജോസഫിന്റെ ഹൃദയത്തിൽ ഒരു അമ്പുപോലെ തറച്ചിട്ടുണ്ടാകണം. കാരണം ആ നഷ്ടപ്പെട്ടവൻ താനാണെന്നവനറിയാം. അവൻ മരിച്ചിട്ടില്ല. പക്ഷേ സഹോദരന്മാരുടെ വാക്കുകളിൽ ആ നഷ്ടബോധം ഒരു യാഥാർത്ഥ്യം പോലെ തോന്നി. ഒരുപക്ഷേ അവർ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചൊരു നുണ. ഈ ഘട്ടത്തിൽ ജോസഫിന് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതെ, അവൻ അവിടെ നിന്ന് മാറിപ്പോയി കരഞ്ഞു എന്ന് വചനം പറയുന്നു. സഹോദരന്മാരോടുള്ള സ്നേഹം, പഴയ വേദന, ദൈവത്തിന്റെ ആ അത്ഭുത നടത്തിപ്പ് എല്ലാം ആ കണ്ണുനീരിലുണ്ടാവാം. ശരിയാണ്. എന്നാൽ അവൻ പെട്ടെന്ന് മനസാന്നിധ്യം വീണ്ടെടുക്കുന്നു, തിരിച്ചുവരുന്നു. പരീക്ഷണം തുടരാൻ തന്നെ തീരുമാനിക്കുന്നു. നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് ഞാൻ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവരണം. അതുവരെ നിങ്ങളിൽ ഒരാളിവിടെ ബന്ദിയായിരിക്കട്ടെ. ഇത് പറഞ്ഞ് അവരുടെ കൺമുന്നിൽ വെച്ച് ശിമയോനെ പിടിച്ച് ബന്ധിക്കാൻ അവൻ കൽപ്പിക്കുന്നു. എന്തുകൊണ്ട് ശിമയോൻ? ഒരു പ്രത്യേക കാരണമുണ്ടോ? ഊഹാപോഹങ്ങളുണ്ട്. ഒരുപക്ഷെ ജോസഫിനെ കുഴിയിലിടാൻ മുൻകൈയെടുത്തവരിൽ ഒരാൾ ശിമയോനായിരുന്നിരിക്കാം. ഉറപ്പില്ല, പക്ഷെ ഒരു സാധ്യതയാണ്. അപ്പോ തങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമനുഭവിക്കുകയാണെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. തീർച്ചയായും ശിമയോൻ ബന്ധനസ്ഥനായി ഇളയ അനുജൻ ബെന്യാമിനെ കൊണ്ടുവരണം. ഈ കൽപ്പന അവരെ ഭയപ്പെടുത്തി. മടക്കയാത്രയിൽ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരനോട് നാം ചെയ്ത പാപനിമിത്തമാണ് ഇത് നമുക്ക് ഭവിച്ചത്. അവൻ നമ്മോട് യാചിച്ചപ്പോൾ അവന്റെ ഹൃദയത്തിലെ വ്യസനം നാം കണ്ടിട്ടും കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ കഷ്ടം നമുക്ക് വന്നത്. അപ്പോഴാണ് മൂത്ത സഹോദരനായ റൂബേൻ ഇടപെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ജോസഫിനെ രക്ഷിക്കാൻ ശ്രമിച്ച അതേ റൂബേൻ. അതെ, അവൻ പറയുന്നു, ഞാൻ നിങ്ങളോട് ബാലനോട് പാപം ചെയ്യരുത് എന്നു പറഞ്ഞില്ലയോ, നിങ്ങൾ കേട്ടില്ല. ഇപ്പോഴിതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു. ശ്രദ്ധിക്കണം, 20ലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കുറ്റബോധം അത് മാഞ്ഞിട്ടില്ല. ഉള്ളിലൊരു കനലായി നീറുന്നുണ്ടായിരുന്നു. സാധാരണ സമയത്ത് അത് പുറത്തു വന്നില്ലായിരിക്കാം. പക്ഷെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ, കാര്യങ്ങൾ കൈവിട്ടു എന്ന് തോന്നിയപ്പോൾ, ആ പഴയ പാപം അവരെ വേട്ടയാടാൻ തുടങ്ങി. അതെ, ഒളിപ്പിച്ചുവെച്ച പാപങ്ങൾക്ക് കാലം മാപ്പ് കൊടുക്കുന്നില്ല എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലേ? ശരിയാണ്. അവർ കാനാനിൽ തിരിച്ചെത്തി യാക്കോബിനോട് കാര്യങ്ങൾ പറയുന്നു. ശിമയോൻ ഈജിപ്തിൽ ബന്ധിയാണ്. ബെന്യാമിനെ കൊണ്ടുചെന്നാലേ അവനെ വിട്ടുകിട്ടൂ. ഇതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി. ധാന്യച്ചാക്കുകൾ തുറന്നപ്പോൾ അവർ കൊടുത്ത പണം മുഴുവൻ അതേപടി അതിൽ തിരികെ വെച്ചിരിക്കുന്നു. ഇതവരെ കൂടുതൽ ഭയപ്പെടുത്തി. ദൈവം നമ്മോട് ഈ ചെയ്യുന്നതെന്താണ് അവർ നിലവിളിച്ചു. യാക്കോബിന്റെ ഹൃദയം തകർന്നുപോയി. നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കി. ജോസഫില്ല, ഷിമിയോനുമില്ല, ഇനി ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകുമോ? അത് ഞാൻ സമ്മതിക്കുകയില്ല. ആ പിതാവിന്റെ തീരാ ദുഃഖം അത് ആ വാക്കുകളിൽ മുഴങ്ങുന്നുണ്ട്. തന്റെ പ്രിയ ഭാര്യ റാഹേലിന്റെ ഓർമ്മയ്ക്കായി ബാക്കിയുള്ള ഒരേ ഒരു മകൻ. അവനെ കൂടി അപകടത്തിലേക്ക് വിടാൻ ആ പിതാവിന് മനസ്സു വന്നില്ല. പക്ഷേ ക്ഷാമം കഠിനമായി തുടരുകയാണ്. കൊണ്ടുവന്ന ധാന്യം തീർന്നു. വീണ്ടും ഈജിപ്തിലേക്ക് പോകേണ്ട അവസ്ഥ. യാക്കോബ് മക്കളോട് വീണ്ടും പോകാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് യഹൂദ മുന്നോട്ട് വരുന്നത്. അതെ, യഹൂദ. വർഷങ്ങൾക്ക് മുൻപ് ഈ ബാലന്റെ രക്തം കൊണ്ട് എന്തു പ്രയോജനം, നമുക്കവനെ വിൽക്കാം എന്നു പറഞ്ഞ് ജോസഫിനെ വിൽക്കാൻ മുൻകൈയെടുത്ത അതേ യഹൂദ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് വേറൊരു യഹൂദയെയാണ്. വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. കാലവും ഒരുപക്ഷെ ആ ഉള്ളിലെ കുറ്റബോധവും അവനിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം. അവൻ പിതാവിനോട് പറയുന്നു, ബാലനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഞാൻ അവനെ നിന്റെ അടുക്കൽ തിരികെ കൊണ്ടുവരാം. ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് എന്നേക്കും കുറ്റക്കാരനായിരിക്കട്ടെ. ഞാൻ അവനുവേണ്ടി ഉത്തരവാദിയാകാം. സ്വന്തം ജീവൻ പകരമായി വയ്ക്കാൻ തയ്യാറാകുന്നു. അനുജനുവേണ്ടി നിൽക്കാൻ തയ്യാറാകുന്ന ഒരു യഹൂദ. എന്തൊരു അത്ഭുതകരമായ മാറ്റം. ശരിയാണ്. യഹൂദയുടെ ഈ ഉറപ്പും പിന്നെ ക്ഷാമത്തിന്റെ ആ കാഠിന്യവും ഒരുപക്ഷെ ദൈവത്തിലുള്ള ഒരു നേരിയ പ്രത്യാശയും ഇതെല്ലാം ചേർന്ന് യാക്കോബിന്റെ ഹൃദയത്തെ ഒന്ന് മയപ്പെടുത്തിയിരിക്കാം. തന്റെ ഹൃദയം പറിച്ചുകൊടുക്കുന്ന വേദനയോടെയാണെങ്കിലും അവൻ ബെന്യാമിനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നു. സർവശക്തിയുള്ള ദൈവം ആ മനുഷ്യന്റെ മുമ്പാകെ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമിനെയും നിങ്ങളോടുകൂടെ അയക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനോ മക്കളില്ലാത്തവനാകണമെങ്കിലാകട്ടെ. എന്തൊരു സമർപ്പണം! തന്റെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്.
ഒരു വിശ്വാസ പ്രഖ്യാപനം തന്നെയാണത്. ശരിയാണ്. ഈ അധ്യായം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. ഒന്നാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സഹോദരങ്ങളുടെ വാക്കുകളിൽ നിന്ന് കണ്ടില്ലേ, കുറ്റബോധം. അത് മൂടിവെച്ച പോവില്ല. ഇല്ല, അത് ഉള്ളിൽ കിടന്ന് നമ്മളെ അസ്വസ്ഥരാക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ, സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ അത് പുറത്തുവരും. നമ്മൾ ചെയ്ത തെറ്റുകൾ, പറയാൻ മടിച്ച ക്ഷമകൾ, തിരുത്താൻ വൈകിയ പിഴവുകൾ, അതൊക്കെ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് പരിഹാരം വരുത്തണം. അതെ, അല്ലാത്തപക്ഷം അത് നമ്മുടെ ഭാവിയെയും ബന്ധങ്ങളെയും വിഷലിപ്തമാക്കും. തീർച്ചയായും. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവൻ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. ജോസഫ് സഹോദരങ്ങളെ പരീക്ഷിച്ചത് പ്രതികാരം ചെയ്യാനല്ല, അവരിൽ യഥാർത്ഥ മാനസാന്തരമുണ്ടോ എന്നറിയാനാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില പ്രയാസഘട്ടങ്ങൾ, ചിലപ്പോൾ പഴയ തെറ്റുകൾ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അതൊന്നും നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മൾ ആത്മീയമായി വളർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ശരിയാണ്. വീണ്ടും പഴയ തെറ്റിലേക്ക് വീഴുമോ, അതോ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി പ്രതികരിക്കുമോ, അതൊരു തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ്. മൂന്നാമത്തെ ഒരു പ്രധാന പാഠം, യഥാർത്ഥ സ്നേഹവും നേതൃത്വവും വെളിപ്പെടുന്നത് മറ്റൊരാൾക്കു വേണ്ടി സ്വയം പകരക്കാരനായി നിൽക്കുമ്പോഴാണ് എന്നതാണ്. യഹൂദിയുടെ ജീവിതത്തിലെ ആ മാറ്റം. അതെ, അത് വളരെ ശ്രദ്ധേയമാണ്. അനുജനെ വിൽക്കാൻ കൂട്ടുനിന്നവൻ ഇപ്പോൾ മറ്റൊരനുജനു വേണ്ടി സ്വന്തം ജീവൻ പണയം വെക്കാൻ തയ്യാറാകുന്നു. ഇത് വരാനിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന്റെ നിഴൽ കൂടിയാണ്. അതെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് പകരക്കാരനായി കുരിശിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തുവിനെയാണ് യഹൂദിയുടെ ഈ പ്രവൃത്തി ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ഭാരം ചുമക്കാൻ, അവർക്കു വേണ്ടി നിലകൊള്ളാൻ നമുക്കുമൊരു വിളിയുണ്ട്. ശരിയാണ്. അവസാനമായി യാക്കോബിന്റെ ജീവിതത്തിൽ നിന്നും ഒരു വലിയ പാഠമുണ്ട്. വിശ്വാസം എന്നത് ചിലപ്പോഴൊക്കെ നമുക്കേറ്റവും പ്രിയപ്പെട്ടതിനെ പോലും ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കലാണ്. യാക്കോബ് ബെന്യാമിനെ മുറുകെ പിടിക്കാൻ ശ്രമിച്ചത് സ്നേഹം കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. പക്ഷേ ആ പിടിവിടാതെ ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് അവിടെ ഇടമില്ലായിരുന്നു. ശരിയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്ലാനുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഭയങ്ങൾ, അത് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ തടഞ്ഞേക്കാം. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് അവന് സമർപ്പിക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വലിയ വിടുതലും അനുഗ്രഹവുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. രാഷ്ട്രങ്ങളെ പോറ്റാൻ കഴിവുള്ള ദൈവത്തിന് നമ്മുടെ ചെറിയ ആവശ്യങ്ങളെക്കുറിച്ച് കരുതാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. ആ വിശ്വാസം നമുക്ക് വേണം. ഈ ചിന്തകളോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വചനത്തിന്റെ സത്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഉൽപ്പത്തി 42 യാക്കോബിന്റെയും മക്കളുടെയും കഥ ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കാൻ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കുറ്റബോധങ്ങളെ, ഏറ്റുപറയാത്ത പാപങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. റൂബേനെ പോലെ, യഹൂദയെപ്പോലെ ആ പാപഭാരം ഞങ്ങളെയും അലട്ടുന്നുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏറ്റുപറഞ്ഞ് അങ്ങയുടെ സൗഖ്യം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവേ. കർത്താവേ, ജീവിതത്തിലെ പരീക്ഷണങ്ങളെ, പരിശോധനകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. അവ ഞങ്ങളെ തകർക്കാനല്ല, ക്രിസ്തുവിൽ ഞങ്ങളെ കൂടുതൽ ശക്തരാക്കാനും ശുദ്ധീകരിക്കാനുമാണെന്ന് തിരിച്ചറിയാൻ കൃപ നൽകണമേ. ജോസഫിനെ പോലെ ക്ഷമിക്കാൻ, പ്രതികാര ചിന്തകളെ അതിജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാനും അവർക്ക് അവസരങ്ങൾ നൽകാനും ഞങ്ങൾക്ക് മനസ്സുണ്ടാകണമേ. യഹൂദയെപ്പോലെ മറ്റുള്ളവർക്കു വേണ്ടി നിലകൊള്ളാനും അവരുടെ ഭാരങ്ങൾ ചുമക്കാനും ആവശ്യമെങ്കിൽ അവർക്ക് പകരക്കാരനായി നിൽക്കാനും ഞങ്ങൾക്ക് ധൈര്യവും സ്നേഹവും നൽകണമേ. ഞങ്ങളുടെ സ്വാർത്ഥതയെയും ഭയത്തെയും ജയിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. യാക്കോബിനെപ്പോലെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെപ്പോലും അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ നിയന്ത്രണമല്ല, അങ്ങയുടെ കൃപയാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് ഏറ്റുപറയാൻ ഞങ്ങളെ സഹായിക്കണമേ. മക്കളില്ലാത്തവനാകേണ്ടി വന്നാലും കർത്താവെ, അങ്ങയുടെ പദ്ധതി ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ജോസഫിനെപ്പോലെ തള്ളപ്പെട്ടവരും മുറിവേറ്റവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ കയ്പിൽ നിന്നും സംരക്ഷിക്കണമേ. അവരുടെ വേദനകളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറ്റുന്ന അങ്ങയുടെ അത്ഭുതകരമായ പദ്ധതി അവരിൽ ഓരോരുത്തരിലും നിറവേറണമേ. ഞാനായി ഉയർത്തെഴുന്നേറ്റ യഥാർത്ഥ ജോസഫുമായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. ആമേൻ. ആമേൻ.
ഉൽപ്പത്തി 42 അധ്യായത്തെക്കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ ഈ ചിന്തകളും പഠനവും നിങ്ങൾക്കേവർക്കും പ്രയോജനകരവും അനുഗ്രഹപ്രദവുമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചവും വഴികാട്ടിയുമായിരിക്കട്ടെ. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ, ദൈവവചനം ഒരുമിച്ച് പഠിക്കാനും അതിൽ വളരാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച പുതിയൊരു വേദഭാഗവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.